നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെയാണ് പുറത്തുവിട്ടത്. ഏതാണ്ട് 47 പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയ രാജീവ് ചന്ദ്രശേഖർ പുറത്തുവിട്ടത്. പല പ്രമുഖരും സ്ഥാനാർത്ഥി പട്ടികയിൽ പതിവ് പോലെ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ ആദ്യഘട്ട പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ ബി.ജെ.പിയിൽ പതിവ് പോലെ പൊട്ടിത്തെറിയും തുടങ്ങിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനോടകം തന്നെ 3-4 മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ അതൃപ്തി ഉണ്ടാവുകയും പല നേതാക്കളും ഒളിഞ്ഞും തെളിഞ്ഞും അതിനെതിരെ തങ്ങളുടെ അമർഷം വ്യക്തമാക്കിക്കൊണ്ട് പരസ്യ പ്രതികരണവുമായിട്ടുൾപ്പെടെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളിയാണ്. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ ഇത്തവണ ബി.ജെ.പിക്ക് വേണ്ടിയിട്ട് അവിടെ രംഗത്തിറങ്ങുന്നത് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുര്യനാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എന്നാൽ ജോർജ് കുര്യന് സ്ഥാനാർത്ഥിത്വം നൽകിയതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു വിമർശനം ആണ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. ജോർജ് കുര്യനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള നോബിൾ മാത്യു പരസ്യ പ്രതികരണവുമായിട്ട് ഇന്നലെ രംഗത്ത് വന്നത് ബി.ജെ.പിക്ക് വലിയ രീതിയിൽ തിരിച്ചടിയാണ്. കാരണം അവരുടെ ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തെ കാഞ്ഞിരപ്പള്ളി പോലൊരു മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കി വരുമ്പോൾ അതിനെതിരെ അവരുടെ ഒരു പോഷക സംഘടനയുടെ നേതാവ് തന്നെ ശക്തമായ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നു. അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് നോബിൾ മാത്യു. അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നോബിൾ മാത്യു കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു. ആ രീതിയിൽ അദ്ദേഹം ഈ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവ് എന്നുള്ള നിലയിൽ ഉൾപ്പെടെ ആ മണ്ഡലത്തിൽ വലിയ രീതിയിലെ പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ച വ്യക്തിയാണ് നോബിൾ മാത്യു. എന്നാൽ കേന്ദ്ര ബി.ജെ.പിയുടെ നേതൃത്വം നോബിൾ മാത്യുവിന്റെ പേര് വെട്ടിക്കൊണ്ട് അവിടേക്ക് ജോർജ് കുര്യനെ ഇറക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതിൽ അതൃപ്തനായിക്കൊണ്ടാണ് നോബിൾ മാത്യു പല രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. അദ്ദേഹം ചോദിക്കുന്നത് ഈ ജോർജ് കുര്യൻ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ എന്തു ചെയ്തു എന്നുള്ളതാണ്. ആ മണ്ഡലത്തിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചുക്കും ചെയ്യാത്ത നേതാവാണ് ജോർജ് കുര്യൻ. അദ്ദേഹത്തെ നൂലിൽ കെട്ടിയിറക്കി എന്നുള്ള നിലയിലാണ് നോബിൾ മാത്യുവിന്റെ പ്രതികരണങ്ങൾ വരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊക്കെ തന്നെ ഈ ജോർജ് കുര്യനെതിരായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തലുകൾ താൻ നടത്തും എന്നൊരു ഭീഷണി പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അങ്ങനെ ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്തിനെതിരെ രംഗത്ത് വന്നതിനെ തുടർന്ന് നോബിൾ മാത്യുവിനെ സംസ്ഥാന നേതൃത്വം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു കാഴ്ച പോലും ഉണ്ടായിട്ടുണ്ട്. അതിലും അദ്ദേഹം ശക്തമായ രീതിയിലെ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. തന്നെ പുറത്താക്കിയത് അതിന് പിന്നിൽ പോലും ജോർജ് കുര്യനാണ്. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ ഈ വിഷയം പരിഹരിക്കാനായിട്ടുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജോർജ് കുര്യൻ തന്റെ സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തനിക്കെതിരെ നടപടിയെടുക്കാനായിട്ട് തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സസ്പെൻഡ് ചെയ്യിച്ചു എന്നാണ് പറയുന്നത്. അതായത് അവിടെ തനിക്കെതിരായിട്ട് ആരും വളർന്നു വരണ്ട എന്നുള്ള ഒരു നിലപാട് ജോർജ് കുര്യനുണ്ട്. ആ രീതിയിലാണ് അദ്ദേഹം മറ്റുള്ളവരെ ഒതുക്കാൻ ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണം ഉൾപ്പെടെ നോബിൾ മാത്യു ജോർജ് കുര്യനെതിരെ ഉന്നയിക്കുന്നത് സംസ്ഥാന നേതൃത്വത്തിന് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഒപ്പം തന്നെ മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിത്വവും പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് ഇടയാക്കിയിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ എം.വി. ഗോപകുമാർ കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയാണ് രംഗത്തിറങ്ങിയത്. ഇത്തവണയും എം.വി. ഗോപകുമാറിനെ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ എം.വി. ഗോപകുമാർ ഏതാണ്ട് 34,000-ലധികം വോട്ടുകൾ ആ മണ്ഡലത്തിൽ നേടിയിട്ടുണ്ട്. ബി.ജെ.പി തങ്ങളുടെ ഈ മണ്ഡലങ്ങളെ ഈ കാറ്റഗറി ചെയ്യുമ്പോൾ അതിനകത്ത് A+ മണ്ഡലത്തിൽ പെടുത്തിയിരിക്കുന്ന ഒരു മണ്ഡലമാണ് ചെങ്ങന്നൂർ എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിൽ വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ശക്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയതിനെതിരെ ആ മണ്ഡലത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ ശക്തമായ വിമർശനവുമായിട്ട് രംഗത്ത് വരുന്നുണ്ട്. അവരെ സ്വാഭാവികമായിട്ടും ബി.ജെ.പിയുടെ പ്രവർത്തകരും അണികളും ഒക്കെ തന്നെ വിചാരിച്ചത് ശോഭാ സുരേന്ദ്രനെ പോലെ അല്ലെങ്കിൽ ആലപ്പുഴ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സന്ദീപ് ജസ്പതി ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഒക്കെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ്. എന്നാൽ എം.വി. ഗോപകുമാരൻ തന്നെ ഒരിക്കൽ കൂടി അവിടെ സ്ഥാനാർത്ഥിത്വം നൽകാനാണ് പാർട്ടി തീരുമാനിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥം അവിടെ ഒരു ചലനവും ഉണ്ടാക്കില്ല. വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ബി.ജെ.പിക്ക് ഉണ്ടാവും. കാരണം അദ്ദേഹം ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ട് പോലും ദയനീയമായി പരാജയപ്പെട്ട ഒരു നേതാവാണ്. അത്തരത്തിലുള്ള ഒരു നേതാവിനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോൾ എന്ത് കണ്ടിട്ടാണ് ഈ പ്രവർത്തകരെ പണിയെടുക്കേണ്ടത്, എന്ത് കണ്ടിട്ട് വേണം അദ്ദേഹത്തിനൊപ്പം ഈ ഇലക്ഷൻ വർക്കുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് അണികളും നേതാക്കളും അവിടുത്തെ പ്രാദേശിക നേതാക്കളും ഉൾപ്പെടെ ചോദിക്കുന്നത്. A+ മണ്ഡലമായിട്ട് പാർട്ടി കരുതുന്ന ഒരു മണ്ഡലത്തെ ഇങ്ങനെയാണോ പരിഗണിക്കേണ്ടത്, അത്തരം ഒരു മണ്ഡലത്തോട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള പ്രധാനപ്പെട്ട ഗൗരവതരമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഈ അണികൾ ഉൾപ്പെടെ വരുന്നത്. അപ്പോൾ ചെങ്ങന്നൂരിലും അത് വലിയ രീതിയിലൊരു പ്രശ്നം പാർട്ടിയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അണികളൊക്കെ തന്നെ ആ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തരാണ്. അതും
അവിടെയും ഈ പറയുന്ന പോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കിടെ നില കൂടുതൽ പരുങ്ങലിലാക്കും. ഇപ്പോൾ തന്നെ 3ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ 34,000-ലധികം വോട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അതിന്റെ പകുതി പോലും ആ മണ്ഡലത്തിൽ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്ത വിധത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ കൊണ്ടുചെന്ന BJP എത്തിച്ചിരിക്കുന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ പറയുന്ന പോലെ ആലപ്പുഴ ജില്ലയിൽ തന്നെ മറ്റൊരു മണ്ഡലമായ ഹരിപ്പാടാണ് അവിടുത്തെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സന്ദീപ് വചസ്പതിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹരിപ്പാട് എന്ന് പറയുന്നത് BJPക്ക് അത്ര വലിയ സ്വാധീനമൊന്നുമുള്ള ഒരു മണ്ഡലമല്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 17,000-ലധികം വോട്ടുകൾ മാത്രമാണ് നേടിയത്. അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനും BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ പല മണ്ഡലങ്ങളിലും മികച്ച മുന്നേറ്റം അവിടെ ആ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള പല നിയമസഭാ മണ്ഡലങ്ങളിലും മികച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹരിപ്പാട് സന്ദീപ് വചസ്പതിയെ കൊണ്ടിറക്കിയതിലൂടെ ഒരു ഗുണവുമില്ല എന്നാണ് അവിടുത്തെ പ്രവർത്തകർ ഉൾപ്പെടെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. സന്ദീപ് വചസ്പതി ഈ ജില്ലാധ്യക്ഷനായതിനു ശേഷം അദ്ദേഹം ഒരു തികഞ്ഞ ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നത്. ഒരു നാട്ടുരാജാവിനെ പോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. മാവേലിക്കര മണ്ഡലത്തിന്റെ പ്രസിഡന്റിനെ ഉൾപ്പെടെ വിനീത് രാജ് എന്ന് പറയുന്ന പ്രസിഡന്റിനെ ഉൾപ്പെടെ അദ്ദേഹം ഒരു കാരണവുമില്ലാതെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. RSS നേതൃത്വവും രാജീവ് ചന്ദ്രശേഖറും ഇടപെട്ടിട്ട് പോലും അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഈ സന്ദീപ് വചസ്പതി തയ്യാറായില്ല. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിൽ നേതൃത്വത്തെയും ഒപ്പം തന്നെ അണികളെയും ഒക്കെ തന്നെ വെറുപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സന്ദീപ് വചസ്പതി. അപ്പോൾ സന്ദീപ് വചസ്പതിയുടെയും സ്ഥാനാർത്ഥിത്വത്തിൽ വലിയ അമർഷം അതൃപ്തി അവിടെ ഹരിപ്പാടുണ്ട്. അദ്ദേഹവും ഈ പറയുന്ന പോലെ സ്വാഭാവികമായിട്ടും നിലവിൽ 3ാം സ്ഥാനത്താണ്. അവിടെ വളരെ ദയനീയമായിട്ട് തന്നെ 3ാം സ്ഥാനത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെങ്ങന്നൂരെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി വളരെ സുപ്രധാനമായിട്ടുള്ള വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് അവിടുത്തെ നേതാക്കൾ തന്നെ BJPയുടെ നേതാക്കൾ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അവിടെ MV ഗോപകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത് CPM BJP ഡീൽ എന്നാണ് അവിടുത്തെ നേതാക്കൾ തന്നെ പറയുന്നത്. അതായത് സജി ചെറിയാൻ കഴിഞ്ഞ തവണ തന്നെ അവിടെ ജയിച്ചത് 32,000-ഓളം വോട്ടുകൾക്കാണ്. അവിടെ 34,000 വോട്ടുകളുമായിട്ട് 3ാം സ്ഥാനത്താണ് BJP. ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും തോറ്റ ഒരു വ്യക്തിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുമ്പോൾ A+ മണ്ഡലം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ, ദുർബലനായ സ്ഥാനാർത്ഥിയെ കൊണ്ട് പ്രതിഷ്ഠിക്കുമ്പോൾ അത് BJP CPM അന്തർധാരയാണ് എന്ന് പ്രതിപക്ഷമല്ല, UDF കോൺഗ്രസോ അല്ല പറയുന്നത്. BJPയുടെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ തന്നെ പറയുകയാണ് ചെങ്ങന്നൂരിൽ BJP CPM ഡീലാണ്. ആ ഡീലിന്റെ ഭാഗമായിട്ടാണ് MV ഗോപകുമാറിനെ അവിടെ BJP നേതൃത്വം സ്ഥാനാർത്ഥിയാക്കിയതെന്ന വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണം കൂടി അവിടെ BJP നേരിടുന്നുണ്ട്. നമുക്കറിയാം സംസ്ഥാന തലത്തിൽ തന്നെ ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ, വലിയ ആരോപണങ്ങളൊക്കെ തന്നെ ഉയരുന്ന ഒരു ഘട്ടമാണ്. പലയിടങ്ങളിലും ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും BJP CPM ഒരു ഡീല്, കാരണം 3ാമത്തെ ഒരു ഭരണം കൂടി LDFന് കിട്ടുകയാണെങ്കിൽ അത് തങ്ങൾക്ക് നേട്ടമാണ് എന്ന് കരുതിക്കൊണ്ട് ഏത് വിധത്തിലും CPMനെ ജയിപ്പിക്കുക എന്നൊരു ലക്ഷ്യം BJPക്ക് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പല മണ്ഡലങ്ങളിലും അവർ അത്തരത്തിലുള്ള നീക്കുപോക്ക് നടത്തുന്നുണ്ട് എന്ന ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അതിനിടയിലാണ് BJPയുടെ നേതൃത്വം തന്നെ, നേതാക്കൾ തന്നെ പറയുന്നത് ചെങ്ങന്നൂരിൽ അത്തരത്തിലൊരു ഡീലുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല വാർഡുകളിലും അത്തരത്തിൽ BJP CPM ഡീലുണ്ട് എന്ന് CPMന്റെ തന്നെ നേതാക്കൾ തുറന്നു പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിന് സമാനമായ രീതിയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ BJPയുടെ നേതാക്കൾ തന്നെ പല മണ്ഡലങ്ങളിലും പറയുന്നു ഇവിടെ BJPയും CPMും തമ്മിലൊരു അന്തർധാരയുണ്ട്. BJP CPMനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ദുർബലരായ സ്ഥാനാർത്ഥികളെ ഇറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത്. മറ്റൊരു മണ്ഡലം വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂര് മുനിസിപ്പാലിറ്റിയിലൊക്കെ തന്നെ കഴിഞ്ഞ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP അല്പം മുന്നേറ്റമൊക്കെ കാണിച്ചവർക്ക് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും സ്വാധീനമുള്ള അവരുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലും സമാനമായ രീതിയിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അത് സ്ഥാനാർത്ഥിത്വത്തിൽ മാത്രമല്ല, ആ സീറ്റ് BJP മത്സരിക്കേണ്ട സീറ്റാണ്. അവിടെ BJPയുടെ പ്രമുഖ നേതാവായിട്ടുള്ള B ഗോപാലകൃഷ്ണൻ അവിടെ കണ്ണുനട്ടിരുന്ന, അദ്ദേഹത്തിന് വേണ്ടിയിട്ട് പ്രചരണം തുടങ്ങി, ചുവരെഴുത്തൊക്കെ തന്നെ തുടങ്ങിയ ഒരു സീറ്റാണ്. എന്നാൽ അവിടെ ഏറ്റവും അവസാനം ആ സീറ്റ് NDAയിലെ ഘടകകക്ഷിയായിട്ട് ഇപ്പോൾ വന്നു കയറിയിട്ടുള്ള 2020 കൊടുക്കാൻ BJP നേതൃത്വം തീരുമാനിച്ചു. അതിൽ വലിയൊരു അമർഷം നേതൃത്വത്തിനും അണികൾക്കും എല്ലാം തന്നെയുണ്ട്. അങ്ങനെ B ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂരിൽ കാത്തിരുന്ന, സീറ്റ് നോക്കിയിരുന്ന B ഗോപാലകൃഷ്ണൻ അവിടെ സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. NDAക്ക് വേണ്ടിയിട്ട് ഇവിടെ 2020 ഡോക്ടർ വർഗീസ് ജോർജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മത്സരിക്കാനായിട്ട് ഇറങ്ങുന്നത്. അവിടെ അപ്പോൾ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ചു വെച്ചിരുന്ന B ഗോപാലകൃഷ്ണന് സ്ഥാനാർത്ഥിത്വം ഇല്ലാതെ പോകുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്നും തന്റെ പേരെഴുതിയതും താമരചിഹ്നവും ഒക്കെ വരച്ചു വെച്ച് അവിടെ പ്രചരണത്തിന് തുടക്കം കുറിച്ചതാണ്. എന്നാൽ അവിടെ നിന്നും കയ്യും കെട്ടി മടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഗോപാലകൃഷ്ണനെ പോലെ ഏതെങ്കിലും വേറൊരു സീറ്റ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ പോലും ഒരു വ്യക്തതയില്ല. അതും വലിയ രീതിയിൽ ഒരു അമർഷം ഉണ്ടാക്കുന്ന ഗോപാലകൃഷ്ണനും ആ കാര്യത്തിൽ വലിയൊരു അതൃപ്തനാണ്. അദ്ദേഹം നിലവിൽ BJPയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സംസ്ഥാനത്തെ. അത്തരത്തിൽ തന്നോട് ഒരു വിവേചനം കാണിച്ച മറ്റ് പ്രമുഖ നേതാക്കൾക്ക് എല്ലാവർക്കും സംസ്ഥാനത്ത്
സ്ഥാനത്ത് വീണ്ടും സീറ്റ് കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യുമ്പോൾ തനിക്ക് താൻ നോട്ടമിട്ടിരുന്ന അല്ലെങ്കിൽ താൻ മത്സരിക്കാൻ വേണ്ടിയിട്ട് കരുതി വെച്ചിരുന്ന മണ്ഡലത്തിൽ സീറ്റ് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം വരും ദിനങ്ങളിൽ ഒരുപക്ഷെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഈ വിഷയത്തിൽ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ BJP-യിൽ വലിയ രീതിയിലൊരു പൊട്ടിത്തെറി ഇതിനോടകം തന്നെ ഏതാണ്ട് 4ഓളം മണ്ഡലങ്ങളിൽ ഉണ്ടാകുന്നു. പലയിടങ്ങളിലും ഇനിയിപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP-യുടെ നേതാക്കൾ തന്നെ റിബലുകളായിട്ട് വരാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.